ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അബൂസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചക്ക വെച്ചിട്ടൊരു ഐസ്ക്രീമുമായിട്ടാണ്. കുറച്ച് ഐറ്റംസ് കൊണ്ട് തന്നെ നമുക്ക് സൂപ്പർ ഒരു ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാം. ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ചക്ക എടുത്തിട്ടുണ്ട്. കുറച്ച് അധികം തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നും പറയാനില്ല. നിങ്ങൾക്ക് ഫ്ലേവറിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എല്ലാം എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുരു എല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി ഈ ചക്കയൊന്ന് വെള്ളമൊന്നും ഒഴിക്കാണ്ട് തന്നെ നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ജാറിലേക്ക് ചക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ചക്കയുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര കൂട്ടിയും കുറച്ചും യൂസ് ചെയ്യാവുന്നതാണ്. ചക്ക നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ കട്ടയൊന്നും പാടില്ല, നല്ല ഫൈൻ പേസ്റ്റ് ആയിരിക്കണം. ഇനി വെള്ളമൊന്നും ഇല്ലാത്ത ഒരു ബൗളിലേക്ക് 2 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കാം. ഇതിനി ഒരു ബീറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ വിസ്കോ മിക്സിയോ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ഇലക്ട്രിക് ബീറ്ററാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂണോളം വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മെയിൻ കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ബീറ്റായി പോകാൻ പാടില്ല. നമ്മൾ ഈ കേക്കിനെല്ലാം യൂസ് ആക്കുന്നത് പോലെ അത്ര ബീറ്റായി പോകേണ്ട ആവശ്യമില്ല. ഓവർ ബീറ്റായി പോയാൽ നമ്മുടെ ഐസ്ക്രീം പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. ക്രീം ഈ ഒരു ടെസ്റ്ററിൽ തന്നെ നമുക്ക് മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് കണ്ടൻസ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കണം. കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നതിന് ഒരു പ്രത്യേക അളവൊന്നുമില്ല, നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രീസായി കഴിയുമ്പോൾ ഐസ്ക്രീമിന് മധുരം കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് മുന്തി നിൽക്കണം മധുരം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള ചക്ക കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആദ്യം ഒന്ന് ബീറ്റർ വെച്ച് ജസ്റ്റ് ഒന്ന് ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു തടിയുടെ സ്പാച്ചുലയോ അല്ലെങ്കിൽ സ്പൂണോ ഉപയോഗിച്ച് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മൾ എത്ര ക്വാണ്ടിറ്റിയിൽ ചക്ക അരച്ച് ചേർത്താലും അതിൻ്റെ ഒരു മഞ്ഞ കളർ നമുക്ക് ഈ ക്രീമിന് കിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് യെല്ലോ കളർ ഫുഡ് കളർ ചേർക്കാവുന്നേ ഉള്ളൂ. ഞാനിവിടെ ഫുഡ് കളറൊന്നും ചേർക്കുന്നില്ല. നമ്മൾ ഫുഡ് കളർ ചേർത്തില്ല എന്നും പറഞ്ഞാൽ ടേസ്റ്റിന് ഒരു വ്യത്യാസവും വരുന്നില്ല. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ഐസ്ക്രീമിൻ്റെ പെർഫെക്ഷനിലാണ് നമുക്കിത് കിട്ടുന്നത്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാൻ 2-3 ചക്കയുടെ ചുള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പം തന്നെ നമ്മുടെ ഐസ്ക്രീം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എടുക്കുന്ന പാത്രത്തിൽ ഒട്ടും വെള്ളം കാണാൻ പാടില്ല, നല്ല ഡ്രൈ ആയിരിക്കണം. ഇനി നമുക്കിതിലേക്ക് ഐസ്ക്രീം സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഐസ്ക്രീമിന് യെല്ലോ കളർ ചേർക്കാത്തത് കൊണ്ട് തന്നെ ആ ഒരു ഇടയ്ക്കിടയ്ക്ക് ആ ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചക്ക അരച്ചതിൻ്റെ ബാക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഐസ്ക്രീം ഓരോ ലെയറാക്കി ഇട്ടിട്ട് അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഐസ്ക്രീം ഇങ്ങനെ സ്കൂപ്പ് ചെയ്യുമ്പോൾ ആ ഇടയ്ക്കിടയ്ക്ക് ഒരു ആ യെല്ലോ കളർ നമുക്ക് കിട്ടും. ഇതുപോലെ തന്നെ ഫുള്ളൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഏറ്റവും മുകളിലായിട്ട് നമുക്കൊരു ഡിസൈൻ പോലെ ചെയ്തെടുക്കാം. അതാവുമ്പം ഐസ്ക്രീം സെറ്റായിട്ട് വരുമ്പോഴത്തേക്ക് ഒരു കാണാനൊരു ഭംഗിയുണ്ടാവും. അതിനായിട്ട് ഞാനിവിടെ ഒരു പപ്പടം കുത്തി എടുത്തിട്ടുണ്ട്. പപ്പടം കുത്തിയോ ഈർക്കിലോ എന്തേലും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കറക്കി കൊടുത്താൽ മതി, നല്ലൊരു ഡിസൈൻ കിട്ടും. ഐസ്ക്രീം എല്ലാം ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്.
ഇനി ഇത് ഫ്രീസറിൽ ഒരു 6 മണിക്കൂറോ അല്ലെങ്കിൽ ഓവർ നൈറ്റോ എങ്കിലും ഫ്രീസ് ചെയ്യാൻ വെക്കണം. ഞാൻ ഇതിപ്പോൾ ഒരു ഓവർ നൈറ്റ് ഫ്രീസ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് ഐസ്ക്രീം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ഒരു പെർഫെക്ഷനിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ടേസ്റ്റിലും യാതൊരു വ്യത്യാസവും ഇല്ല. കുറച്ച് ഐറ്റംസ് കൊണ്ട് തന്നെ വീട്ടിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബായ്.